അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേക്കിൻ്റെ വർക്കുകളൊക്കെ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഓർഡേഴ്സ് നമുക്ക് വൈറ്റ് ഫോറസ്റ്റ് കേക്ക്, വാനില കേക്ക്, അതുപോലെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കൊക്കെ ആയിരുന്നു. ഒന്ന് രണ്ട് വീഡിയോസിൻ്റെ കമൻറ്റിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു വാനില സ്പഞ്ചിൻ്റെ വീഡിയോ ചെയ്യാമോ എന്നൊക്കെ. അപ്പോൾ എന്തായാലും അധികം ലേറ്റ് ആവാതെ തന്നെ അത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തേത് നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അത് നമുക്ക് സ്ക്വയറിൽ ചെയ്യാനായിട്ടാണ് കസ്റ്റമർ തന്നിട്ടുണ്ടായത്. കേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് നമ്മൾ ഉള്ളിൽ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് കൊടുക്കാനായിട്ട് എടുത്തപ്പോഴേക്കും ചോക്ലേറ്റ് ചിപ്സ് തീർന്നിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ വേറെ നിവൃത്തിയിലായിരുന്നു, നമ്മളുടെ കോമ്പൗണ്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിട്ടോ. അതിന് കൂടെ തന്നെ മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ബൾക്കായിട്ട് വാങ്ങിച്ച മിൽക്ക് മെയ്ഡിന് ഇതേപോലെ ചെറിയ കുപ്പിയിലാക്കിയിട്ടാണ് നമ്മൾ കേക്കിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് തീരുന്നതനുസരിച്ച് നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇത് ഒരു 3 kg വെയിറ്റ് വരുന്ന വാനില കേക്ക് ആയിരുന്നു കേട്ടോ. വാനില കേക്കിന് നമ്മൾ വേറെ അധികം ഫില്ലിങ്സ് ഒന്നുമില്ല, നമ്മൾ മിൽക്ക് മെയ്ഡ് മാത്രമാണ് ആഡ് ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു കേക്ക് ഒരു ഫസ്റ്റ് ബർത്ത്ഡേ കേക്കായിരുന്നു. അപ്പോൾ അവർക്ക് 3 kg തന്നെ കേക്കായിട്ട് വേണം, ഡമ്മി ഒന്നും വെച്ചിട്ട് വേണ്ട, ഫുള്ള് കേക്കായിട്ട് തന്നെ മതി എന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു കേക്ക് 8 ഇഞ്ചിൻ്റെ ടിന്നിൽ 2 8 ഇഞ്ചിൻ്റെ ടിന്നിലായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ അധികം ഫില്ലിങ്സ് ഒന്നും വരാത്ത കേക്ക് ആയതുകൊണ്ട് തന്നെ 6 ലെയറാണ് കേട്ടോ നമ്മൾ കേക്കിന് സ്പഞ്ച് കൊടുത്ത് വെച്ചത്. ഫില്ലിങ്സ് കൂടുതലുള്ള കേക്കാണെന്നുണ്ടെങ്കിൽ ഒരു 5 ലെയർ അല്ലെങ്കിൽ 4 ലെയറൊക്കെ കൊടുത്താൽ മതി. കേക്കിൻ്റെ ലെയേഴ്സ് നമ്മൾ വെയിറ്റ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും കേട്ടോ. ഇതിന് ടോട്ടൽ നമ്മൾ 6 ലെയറാണ് കൊടുത്തത്. അങ്ങനെ കേക്ക് താഴെ വെക്കാനുള്ള കേക്ക്, മേളിൽ വെക്കാനുള്ള കേക്കൊക്കെ ഒന്ന് നമ്മൾ ക്രം കോട്ട് ചെയ്തിട്ടോ. പിന്നെ ഇതെൻ്റെ ഫ്രണ്ട് തന്നൊരു ഓർഡർ ആയിരുന്നു. ഒരു 1/2 kgയുടെ ഡാർക്ക് ചോക്ലേറ്റ് ബ്രൗണി ആയിരുന്നു. അപ്പോൾ അവൾ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ബ്രൗണി കഴിക്കാനുള്ളൊരു ആഗ്രഹം കൊണ്ട് അവൾ എൻ്റെ അടുത്ത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 1/2 kgയുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്കും കൂടി ഉണ്ടായിട്ടോ. ഈ ബ്രൗണീസും അതുപോലെ ബട്ടർ കുക്കീസൊക്കെ ഓൾ കേരള നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ വേണ്ടവർ നമ്മൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്തുണ്ടായിരുന്നത് നമ്മൾ ആദ്യം ക്രം കോട്ട് ചെയ്ത് വെച്ച നമ്മളുടെ ആ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു കേട്ടോ. നമ്മളുടെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ആൻറ്റിയുടെ മകളുടെ 15th വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത കേക്കായിരുന്നു കേട്ടോ. കുറച്ച് പേര് വിളിച്ചിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോൾ 2 കേക്ക് വേണം. ഒരു 1 kgയുടെ വൈറ്റ് ഫോറസ്റ്റും പിന്നെ ഒരു 1 kg ബ്ലാക്ക് ഫോറസ്റ്റും ആണ് വാങ്ങിച്ചിട്ടുണ്ടായത് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഡിസൈനും കാര്യങ്ങളൊന്നും തന്നിട്ടുണ്ടായില്ല, എന്നോട് ഇഷ്ടമുള്ള പോലെ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് കേക്കിന് ഞാൻ ഈ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുണ്ടായത്. പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ക്രം കോട്ട് ചെയ്യുന്നതും ഫൈനൽ കോട്ട് ചെയ്യുന്നതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഞാൻ അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. പിന്നെ അതേ നമ്മൾ നേരത്തെ ക്രം കോട്ടിങ് ചെയ്ത നമ്മളുടെ ആ ഒരു 2 ടയർ കേക്കിൻ്റെ താഴത്തെ പോർഷനാണ്. അതിന് ഈ ഒരു ലൈറ്റ് ഒരു ഓഫ് വൈറ്റ് കളറാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിട്ടോ. ഇതിൻ്റെ മേളിലെ സ്പഞ്ചിന് ഒരു റെഡ് ഷെയ്ഡുമാണ്. അപ്പോൾ ദേ ഫുള്ള് നമ്മൾ താഴത്തെ കേക്ക് ഒന്ന് ഫൈനൽ കോട്ടൊക്കെ ചെയ്തിട്ട് നമ്മൾ സ്റ്റിക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടോൾ കേക്കുകൾ ചെയ്യുമ്പോഴും അതുപോലെ 2 ടയർ കേക്കും 3 ടയർ കേക്കൊക്കെ ചെയ്യുമ്പോഴും ഇതുപോലെ സ്റ്റിക്ക് മസ്റ്റായിട്ടും നമ്മൾ വെച്ചിരിക്കണം. പിന്നെ നമ്മൾ ആ ഒരു കേക്ക് മേളിലത്തത് കറക്റ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ആ സെയിം ടിൻ യൂസ് ചെയ്തിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ നമുക്ക് ബേക്കിംഗ് ഷോപ്പിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കുറേ അധികം സ്ക്രാപ്പേഴ്സ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ 1-2 വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻ്റ് ആയിരുന്നു, ഇതേപോലെ വേവ് ചെയ്യാനായിട്ട് ഏത് ടൂളാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ സ്ക്രാപ്പർ വെച്ച് തന്നെയാണ് ചെയ്തിരുന്നത്. പിന്നെ ഈ ഒരു സംഭവം വാങ്ങിച്ചതിന് ശേഷം ഞാൻ അത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ സ്ക്രാപ്പർ വെച്ച് ചെയ്യുന്നതിലും കുറച്ചും കൂടി നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ മേളിൽ വെക്കാനുള്ള കേക്കിന് ആദ്യം ടോട്ടൽ നമ്മളൊരു ലൈറ്റ് റെഡ് കളർ കൊടുത്തിട്ട് പിന്നെ മേൽഭാഗത്ത് ഇതുപോലെ കുറച്ച് ഡാർക്കായിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ കസ്റ്റമൈസേഷനിൽ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ഷെയ്ഡ് വേണം എന്നുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ഈ രീതിയിൽ കൊടുത്തത്. അങ്ങനെ അതിനും വേവ് ഡിസൈനൊക്കെ കൊടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെച്ചു. 2 ടയർ കേക്ക് ആകുമ്പോൾ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാക്ക് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ കേക്ക് സെറ്റായി നമ്മളിതേ സ്റ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും, താഴെ 8 ഇഞ്ച് ചെയ്തപ്പോൾ മേളിൽ 6 ഇഞ്ച് വെക്കാറുന്നില്ലേന്ന്. അപ്പോൾ ഞാൻ 6 ഇഞ്ച് ചെയ്യാതെ 5 ഇഞ്ച് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മളുടെ ഈ കേക്കിന് കസ്റ്റമർ തന്ന റെഫറൻസിൽ കുറച്ചധികം ഫോക്സ് ബോൾസ് വെക്കാനുണ്ടായിട്ടോ. അപ്പോൾ അത് വെക്കാനുള്ളൊരു സ്പേസും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് 5 ഇഞ്ച് കൊടുത്തത്. 6 ഇഞ്ചിൽ വെക്കുമ്പോൾ നമ്മൾക്ക് ഇത്രയും സ്പേസ് സെൻറ്ററിൽ കിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മളുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതായിരുന്നു കേട്ടോ. നമ്മളോട് ഞായറാഴ്ച രാവിലെ ഒരു 10 ആകുമ്പോഴേക്കും ഡെലിവറി ചെയ്യണമെന്ന് പറഞ്ഞു. ആ ഒരു ഫംഗ്ഷൻ വെച്ചത് ഈ ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. അപ്പോൾ എപ്പോഴും കയറി വരണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഓരോരുത്തരുടെ കയ്യിൽ ഓരോ സാധനങ്ങൾ ഏൽപ്പിച്ചിട്ടോ. അവരുടെ 2 പേരുടെയും കയ്യിൽ കപ്പ് കേക്ക് സ്റ്റാൻഡും അതുപോലെ ഡോണറ്റ്സിൻ്റെ ട്രേയും കൊടുത്തു. ബാക്കി ഐറ്റംസ് ഞാൻ ചേട്ടനും കൂടിയാണ് പിടിച്ചത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ കറക്റ്റ് ടൈമിന് തന്നെ കൊണ്ടുപോയിട്ട് ഡെലിവറി ഒക്കെ ചെയ്തായിരുന്നു.
ഓർഡേഴ്സ് എല്ലാം കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കാമല്ലോ എന്ന് കരുതിയപ്പോഴാണ് രാത്രിയായപ്പോൾ നമുക്കൊരു കോൾ വന്നത്. തിങ്കളാഴ്ച രാവിലെ തന്നെ നമുക്ക് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് വേണ്ടിയിട്ട് ഒരു കേക്ക് ചെയ്യാനുണ്ട്. രണ്ടും ഒരേപോലെ ഇരിക്കണം, വ്യത്യാസമൊന്നും വരരുത്. 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്ക് മതി എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ കേക്ക് നമ്മൾ സെറ്റ് ചെയ്തു. പക്ഷേ മോർണിംഗിൽ അവർ 8 മണിയെന്ന് പറഞ്ഞ സമയം അവർ 7 മണി അയക്കുകയായിരുന്നു കേട്ടോ. എന്നാലും നമ്മൾ നൈറ്റ് തന്നെ എല്ലാം സെറ്റ് ചെയ്തത് കാരണം രാവിലെ ഡെലിവറി ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സംഭവമൊക്കെ പാക്ക് ചെയ്തു. ചേട്ടനാണ് ഡെലിവറി ചെയ്തിട്ടുണ്ടായത്. ഒരു ഈവനിങ് ആയപ്പോഴേക്കും അവർ വിളിച്ചിട്ട് കേക്കിനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. അതൊക്കെ കേട്ടപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നിയായിരുന്നു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മളുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി ഇതിൻ്റെയൊക്കെ തിരക്കിലും നമ്മൾ കഴിഞ്ഞ മന്ത് ലാസ്റ്റ് ആയപ്പോഴേക്കും ബ്രദർ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ പപ്പയുടെ ആദ്യത്തെ ആണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായത്. അപ്പോൾ അവന് വേളാങ്കണ്ണി പോകാനുള്ളൊരു നേർച്ചയും കൂടി ഉണ്ടായത് കാരണം ഞങ്ങൾ അങ്ങോട്ട് ഒരു ചെറിയ യാത്ര പോയായിരുന്നു കേട്ടോ. 2 ദിവസത്തെ യാത്രയായിരുന്നു. രാവിലെ ഞങ്ങളൊരു 2:30 ആയപ്പോഴേക്കും വെളുപ്പിന് ഇറങ്ങി. പിള്ളേരെയും കൂടി കൂട്ടിയിട്ട് ഞങ്ങൾ 8 പേരാണ് ഉണ്ടായിരുന്നത്. ഞാനും പിള്ളേരും ചേട്ടനും പിന്നെ ബ്രദറും ബ്രദറിൻ്റെ വൈഫ് മമ്മിയുടെ ബ്രദർ, ഞങ്ങൾ 8 പേരും കൂടിയാണ് പോയിട്ടുണ്ടായത്. അപ്പോൾ പോണ വഴി ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഒരുപാട് ദൂരം ട്രാവലിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇറങ്ങി റെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായത്. അപ്പോൾ പോകുന്ന വഴി ഈ ഒരു ഡാം ഉണ്ടായിരുന്നു. ഡാമിൻ്റെ പേര് ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അവിടെ ഇറങ്ങി കുറച്ച് വ്യൂസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ നേരെ പൂണ്ടിമാത ചർച്ചിലേക്ക് പോയിട്ടോ. അവിടെയും അതുപോലെ തന്നെ കുറച്ച് കാണാനൊക്കെ ഉണ്ടായി. പിന്നെ പള്ളിയിലൊക്കെ കയറി ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചു. പിന്നെ പറയുന്ന പോലെ അത്ര എളുപ്പമായിരുന്നില്ല കേട്ടോ നടക്കൽ, കാരണം നല്ല വെയിലായിരുന്നു. നമ്മുടെ ഇവിടുത്തേലും നല്ല പൊള്ളണ വെയിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വേഗം പള്ളി കയറി ഞങ്ങൾ ഇറങ്ങി. കാരണം വൈകുന്നേരം ഒരു 4:30-5 മണിയൊക്കെ ആകുമ്പോഴേക്കും വേളാങ്കണ്ണി എത്താനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പിന്നെ പോകുന്ന വഴി നമുക്ക് ഉച്ചക്കലത്തെ ഫുഡും കഴിക്കണം. അപ്പോൾ ഉച്ചക്കലത്തെ ഫുഡ് ഞങ്ങളൊരു 3 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കഴിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ചോറൊന്നും കിട്ടിയില്ല, പൊറോട്ടയും കറിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ. പിന്നെ ഞങ്ങൾ പോകുന്ന വഴി തന്നെ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് പെരുന്നാളിൻ്റെ സമയമായതുകൊണ്ട് പലരും മാതാവിനെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുള്ള ചെറിയ വണ്ടിയിൽ നടന്ന് ഒരുപാട് ദൂരത്തുനിന്ന് വന്നവരുണ്ടായിട്ടോ. തിരക്കുണ്ടാകും എന്ന് പറഞ്ഞെങ്കിലും ഇത്രയും തിരക്ക് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾക്കൊരു റൂം പോലും മര്യാദയ്ക്ക് കിട്ടിയില്ല. കഷ്ടപ്പെട്ട് കുറേ അന്വേഷിച്ചാണ് ഒരു റൂം കിട്ടിയത്. ഈ ഒരു റൂമിൽ ഞങ്ങൾ 8 പേരും കൂടി കഴിഞ്ഞിട്ടോ. പിന്നെ ഒരു ദിവസത്തെ ടൂറായതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തു. എന്തായാലും ഈവനിങ് നമ്മൾ പള്ളിയിലേക്ക് പോയായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് ഈ തിരക്ക് ഇത്രത്തോളം ഉണ്ടാകുമെന്ന് ഞങ്ങളാരും വിചാരിച്ചില്ല കേട്ടോ. അപാരമായ തിരക്കായിരുന്നു. പ്രത്യേകിച്ച് മാതാവിൻ്റെ പെരുന്നാളിനോടനുബന്ധിച്ചിട്ടുള്ള ദിവസങ്ങളായതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. സത്യം പറഞ്ഞാൽ 10 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ വേളാങ്കണ്ണി പോണത്. ആ പോക്ക് കുറച്ച് ഹറിബറിയായി പോയെന്ന് അവിടെ ചെന്നപ്പോഴാണ് തോന്നിയത്. എന്തായാലും പിന്നെ വന്നതല്ലേ, വന്ന സ്ഥിതിക്ക് നമുക്ക് അവിടേക്ക് ഒന്ന് മൊത്തം കറങ്ങി നടക്കാതെ പോരാനും പറ്റില്ലല്ലോ. പിന്നെ കറങ്ങി നടക്കാൻ ഏറ്റവും നല്ലത് ഇതുപോലെ രാത്രി ആയിരിക്കുമല്ലോ. കുറച്ച് തണുപ്പും വെയിലൊന്നും ഇല്ലാത്ത നല്ലൊരു ക്ലൈമറ്റ് ആയിരിക്കും. അപ്പോൾ രാത്രി വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഉച്ചക്കലത്തെ അത്രയും ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. 10 വർഷം മുമ്പ് ഞാൻ വന്നതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അതെന്തൊക്കെയാണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഒരു 9 മണിയൊക്കെ ആയപ്പോഴേക്കും തിരിച്ച് ഞങ്ങൾ റൂമിലേക്ക് എത്തി. വരുന്ന വഴിക്ക് നമ്മൾ ഫുഡ് വാങ്ങിച്ചിട്ടോ. ഫുഡ് വാങ്ങിക്കാനായിട്ടും നല്ല തിരക്കായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ പുറത്ത് പോയി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പള്ളിയിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ടോ. അപ്പോൾ ചേട്ടനും അതുപോലെ അങ്കിളും കൂടി നമ്മളുടെ ലഗേജ് സാധനങ്ങളെല്ലാം കാറിലേക്ക് കൊണ്ടുവന്ന് വെച്ചു. കാരണം 9 മണിയാകുമ്പോഴേക്കും നമ്മളോട് റൂം വെക്കേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലഗേജ് ഒന്നും നമുക്ക് അവിടെ വെക്കുന്നത് സേഫ് അല്ലാത്ത കാരണം അതെല്ലാം ഞങ്ങൾ കാറിലേക്ക് കൊണ്ടുവന്നു. പിന്നെ 9 മണിയുടെ മലയാളം കുർബാനയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ് കേട്ടോ. അപ്പോൾ വേറൊരു ടാസ്ക് ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെയിലും കൊണ്ട് 2 കിലോമീറ്റർ നടന്നാലാണ് നമ്മൾക്ക് കാറിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വരുന്ന വഴി തഞ്ചാവൂരും കയറി നമ്മൾ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ടാറ്റാ.